ഗൊണ്ടോല റൈഡ് കഴിഞ്ഞപ്പോഴേക്കും ആക്കിപ്പ് വണ്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങളെ ആക്കിപ്പും ബഷാറഫും കൂടി കൊണ്ടുപോയത് അധികം അങ്ങനെ ടൂറിസ്റ്റൊന്നും പോവാത്ത ഒരു ഹിഡൻ ജെം തന്നെ പറയാം, ഷ്രങ്സ് വാട്ടർഫോൾ. സൺഡേ ആയിരുന്നുകൊണ്ട് തന്നെ അവിടെ ലോക്കൽസ് കുറെ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ബഷാറഫ് പറയായിരുന്നു, ഈ കാട്ടിന്റെ ഉള്ളിൽ കൂടെ 10 മിനിറ്റ് അങ്ങോട്ട് ഓടിയാൽ എന്റെ വീടാവും. ഞങ്ങൾ ഫ്രണ്ട്സ് മയക്കുമരുന്നും മദ്യവും ഒന്നും കഴിക്കില്ല മാം. ഞങ്ങളുടെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഈ കാട്ടിന്റെ ഉള്ളിൽ വന്നിരുന്ന് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക, ക്രിക്കറ്റ് കളിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അവന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമായിരുന്നു. ആ വെള്ളച്ചാട്ടവും ആ കാടും ഒക്കെ അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന്. പിന്നീട് ഞങ്ങൾ പോയത് ബാബ ഋഷി ദർഗയിലായിരുന്നു. ഞങ്ങൾ ആരും തന്നെ പ്രോപ്പർലി ഡ്രസ്ഡ് ആയിരുന്നില്ലാത്ത കാരണം എനിക്ക് ദർഗയിൽ പോകാൻ ഇത്തിരി മടിയുണ്ടായിരുന്നു. എന്റെ എല്ലാ ധാരണകളെയും മാറ്റി മറിച്ചുകൊണ്ട് അവിടെ ഞാൻ കണ്ട ആ അപരിചിതയായ സ്ത്രീ എന്നെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. മതങ്ങൾക്കും അപ്പുറം മനുഷ്യരുടെ ഹൃദയങ്ങൾ എത്ര മനോഹരമാണല്ലേ. ആ ദർഗയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കുറച്ചു മണൽ എന്റെ കയ്യിൽ തന്നിട്ട് ബഷാറോ പറഞ്ഞു, വിശ്വാസമുണ്ടെങ്കിൽ ഇത് വീട്ടിൽ കൊണ്ടുപോയി വെക്കൂ. ഞങ്ങൾ രണ്ടുപേരും വിളിക്കുന്ന ദൈവങ്ങളുടെ പേരുകളൊക്കെ വേറെ ആയിരിക്കാം, പക്ഷെ വിശ്വാസത്തിന്റെ ഭാഷ അതൊന്നു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാനത് സ്നേഹത്തോടെ തന്നെ സ്വീകരിച്ചത്. ഇതിനിടയ്ക്ക് എന്റെ ഫോണിലെ വാൾപേപ്പർ കണ്ട ബഷാറഫ് മനസ്സിലാക്കി നമ്മുടെ ആൾ ആർമിയിലായിരുന്നു എന്ന്. പിന്നെ അവിടുന്ന് ഗുൽമർഗ് ആർമി മ്യൂസിയത്തിൽ പോയപ്പോഴും ഒക്കെ അതെ, അവൻ ആർമി സ്കൂളിൽ പഠിച്ചതിനെ പറ്റിയും NCCയിലായിരുന്നു എന്നും അവന്റെ ഉസ്താദായിരുന്ന ലാൻസ് നായക് മനോജിനെ പറ്റിയൊക്കെ അവൻ വാതോരാതെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. പലപ്പോഴും വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും മനുഷ്യരെ മതത്തിന്റെയും ദേശത്തിന്റെയും പേരിൽ വേർതിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. രാജ്യസ്നേഹം ചിലർക്കെങ്കിലും ഒരു മുദ്രാവാക്യം മാത്രമായിരിക്കും, പക്ഷെ അവിടെ എന്റെ മുന്നിൽ നിന്നിരുന്ന ബഷാറഫ് എന്ന യുവാവിന്റെ കണ്ണുകളിൽ യൂണിഫോമിനോടുള്ള ആരാധന മാത്രമല്ല ഞാൻ കണ്ടത്, എല്ലാ വേർതിരിവുകൾക്കും അപ്പുറം ഒരു സൈനികന്റെ ത്യാഗത്തെ ഹൃദയം നിറഞ്ഞു ബഹുമാനിക്കുന്ന ഒരു മനസ്സിനെ ആയിരുന്നു.